morning, my dear students. Welcome to our new chapter, Analyzing Consumer Markets. അതായത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ 3 ചാപ്റ്റർ ആയിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്തത്. അതിൽ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് അനലൈസിങ് കൺസ്യൂമർ മാർക്കറ്റ്സ്. ദാറ്റ് ഈസ് വി ആർ analyzing what are all the possibilities for consumer markets and how you are going to select it. അപ്പോൾ അതിൽ വരുന്ന ടേമുകൾ എന്തൊക്കെയാണ്, അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമുക്ക് അതിൽ വരുന്നത്, നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഇൻ ടുഡേയ്സ് ക്ലാസ് വി ആർ ഗോയിങ് ടു സീ അബൌട്ട് കൺസ്യൂമേഴ്സ് ആൻഡ് ബയേഴ്സ്. കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബയർ എന്ന് പറയുന്ന ടേം കേട്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് യു വുഡ് ഹാവ് ഹേർഡ് അബൌട്ട് കൺസ്യൂമേഴ്സ്, ബയേഴ്സ് ഓർ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഈ 3 ടേമുകളും യു ആർ വെരി ഫെമിലിയർ വിത്ത് ദാറ്റ്. ഹൂ ഇസ് എ കസ്റ്റമർ ഓർ എ ബയർ ആൻഡ് ഹൂ ഇസ് എ കൺസ്യൂമർ? രണ്ടും ഒന്ന് തന്നെയാണോ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കസ്റ്റമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണോ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പോൾ കസ്റ്റമർക്ക് പ്രൊട്ടക്ഷൻ ഇല്ലേ അല്ലേ എന്ന് പറയുന്ന പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബയ്യർ ആരാണ്? ബയ്യറും കൺസ്യൂമറും ഒന്നാണോ? ബയ്യറും കസ്റ്റമറും ഒന്നാണോ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ? കൺസ്യൂമർ is a person who consumes product. അതല്ലാന്നുണ്ടെങ്കിൽ consumer is a person who buy the product and use for his personal satisfaction. അപ്പോൾ ആരാണ് കസ്റ്റമർ? Who is the customer? A person who purchases the product, but he may give that product to some another person for that particular person's use. Okay, അപ്പോൾ ഇതിൽ വരുന്ന 2 ടേം വരുന്നുണ്ട്. കൺസ്യൂമറും സാധനം മേടിക്കുന്നുണ്ട്, കസ്റ്റമറും സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കൺസ്യൂമർ അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് പർച്ചേസ് ചെയ്യുന്നതായിരിക്കാം, അയാളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. ഹീ ഈസ് ദ എൻഡ് കൺസ്യൂമർ, ഹീ ഈസ് ദ എൻഡ് യൂസർ ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്. അയാളുടെ ആവശ്യത്തിന് അയാൾ മേടിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ വെൻ വി ഫീൽ ഹംഗ്രി, ചെറിയ ഈവനിങ് ടൈം ആണെന്നുണ്ടെങ്കിൽ, യാത്ര ചെയ്തൊരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചായക്കടയിൽ നിർത്തി നമ്മളൊരു ചായയും ഒരു വടയോ ഒരു ബജിയോ അങ്ങനെ എന്തെങ്കിലും വിൽ ഹാവ് ഇറ്റ് അല്ലേ? എന്തിനാണ്? അപ്പോൾ ഇതും പർച്ചേസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പർച്ചേസ് ചെയ്തു. ഓക്കെ, നമുക്ക് അവിടെ ദാഹം ഉണ്ടായിരുന്നു, നമുക്ക് ക്ഷീണം ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്കൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് അവിടെ വെച്ച് നമ്മൾ കഴിച്ചു. വേറൊരാൾ വന്നു, ഒരു 10 ബജ്ജി മേടിച്ചു, അയാൾ പൈസ കൊടുത്ത് അയാൾ പോയി. ഇതിൽ ആരാണ് കസ്റ്റമർ, ആരാണ് കൺസ്യൂമർ? എ പേഴ്സൺ ഹു ബൈസ് ദി പ്രോഡക്റ്റ്, a person who consumes the product is known as consumer, and a person who purchases the product അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അയാൾ മേടിച്ചതാണ്, അയാളുടെ പർപ്പസിനാവില്ല. ചിലപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് സാധനങ്ങൾ മേടിക്കാറുണ്ട്, നമ്മൾ യൂസ് ചെയ്യാറില്ല, മറ്റൊരാൾക്ക് ഉപയോഗത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. അങ്ങനെ എപ്പോഴാണോ മറ്റൊരാളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്, ദാറ്റ് പേഴ്സൺ ഇസ് നോൺ ആസ് എ കസ്റ്റമർ ഓർ എ ബയർ. ഓക്കെ, a person who consumes the product and who is the end user of that product is known as consumer. ഈ 2 ടേമും ക്ലിയർ ആയില്ലേ? നമുക്ക് വല്ലാണ്ട് അതുമ്പോൾ നേരം കളയാനായിട്ടില്ല. ഇത് വളരെ സിമ്പിൾ ടേമാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു പേഴ്സൻ്റെ ബിഹേവിയറാണ് അല്ലേ? ദ പേഴ്സണാലിറ്റി. വാട്ട് ഈസ് ദ റിയൽ പേഴ്സണാലിറ്റി ഓഫ് എ പേഴ്സൺ? വാട്ട് ഈസ് ദ റിയൽ പേഴ്സണാലിറ്റി ഓഫ് എ പേഴ്സൺ?
The behavior defines the personality. The behavior defines the character of a person. അല്ലേ? How a person is to himself and also to others. അയാൾ എങ്ങനെയാണ് അയാളോട് തന്നെ അയാൾ എങ്ങനെയാണോ പെരുമാറുന്നത്, മറ്റുള്ളവരോട് എങ്ങനെയാണോ പെരുമാറുന്നത്, ദാറ്റ് റിഫ്ലെക്ട്സ് ദ ബിഹേവിയർ. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെങ്ങനെയാണോ ദാറ്റ് ഈസ് ഷോൺ ഇൻ ദ മിറർ, അല്ലേ? നമ്മുടെ യഥാർത്ഥ ക്യാരക്ടർ, നമ്മുടെ വേ ഓഫ് തിങ്കിങ്, ഇതൊക്കെയാണ് പേഴ്സൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. So, what is known as consumer behavior? ഒരു പേഴ്സൻ്റെ നോർമൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേഴ്സൻ്റെ ഇൻ ആൻഡ് ഔട്ട്, ഹൗ ഹി ബിഹേവ്സ് വിത്ത് ദി പീപ്പിൾ, അല്ലേ? ഇൻ ആൻഡ് ഔട്ട് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് നോർമൽ ബിഹേവിയർ എന്ന് പറയുന്നത്. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ എ പേഴ്സൺ മേക്ക് ഹിസ് ഓർ ഹർ പർച്ചേസസ്. ഒരു പേഴ്സൺ എങ്ങനെയാണോ സാധനങ്ങൾ മേടിക്കുന്നത്, പർച്ചേസ് ഡിസിഷനിലേക്ക് എത്തുന്നത്, ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് സെലക്ഷൻ, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ, അത് ഉപയോഗിക്കുന്ന വിധം, ഹാൻഡിൽ ചെയ്യുന്ന രീതി. ചില ആൾക്കാരുണ്ട്, ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അതിന് എന്താ പറയുക, അത്രയും വേഴ്സ്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അത്രയും വേഴ്സ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനി ചില ആൾക്കാരുണ്ട്, ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണോ വാങ്ങിയത് അതേപോലെ തന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ട്. ഇനി വേറെ ചില ക്യാരക്ടറുണ്ട്, സാധനങ്ങൾ മേടിക്കും, അവരും ഉപയോഗിക്കില്ല, മറ്റുള്ളവരെ കൊണ്ടും ഉപയോഗിക്കില്ല. ഈ ചെറിയ കുട്ടികളിൽ നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ കാണും. ഇപ്പം നല്ല ഭംഗിയുള്ള സ്റ്റിക്കേഴ്സ്, എനിക്കൊക്കെ ഉണ്ടായിരുന്ന സ്വഭാവം. എനിക്ക് നല്ല ഭംഗിയുള്ള സ്റ്റിക്കേഴ്സ് വെരി റെയറാണ് കിട്ടാം. ഇത് ഞാൻ ഒന്നെത്തുമ്പോൾ ഒട്ടിക്കൂല, ഒരാൾക്കിട്ട് കൊടുക്കൂല. ദാറ്റ് സ്റ്റിക്കേഴ്സ് ആർ മൈൻ ഫോർ എവർ. ഇപ്പോഴും എൻ്റെ വീട്ടിൽ പോയിട്ട് തപ്പി അത് കിട്ടും. അതായത് അത് എൻ്റെ ട്രഷേഴ്സാണ്. അവിടെ എന്താ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഉപകാരവും നമുക്ക് ആ പ്രോഡക്റ്റിന് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, ഞാൻ ചില ബിഹേവിയേഴ്സ് പറഞ്ഞു വന്നപ്പോൾ, ചില ക്യാരക്ടേഴ്സ് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻസ് ഓഫ് എ പേഴ്സൺ, ഹൗ ഹി or she make their purchases. And now we will go on to the definition of consumer behavior. വളരെ ഒരു ബ്യൂട്ടിഫുൾ ഡെഫിനിഷൻ നമുക്ക് മൂവൻ തന്നിട്ടുണ്ട്. Okay, it is a study of decision making units and the process involved in acquiring, consuming and disposing of goods, services, experiencing and ideas. സോ ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുന്നതും അത് യൂസ് ചെയ്യുന്നതും ആഫ്റ്റർ യൂസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതും 3 കാര്യങ്ങളുമാണ് മിസ്റ്റർ മൂവൻ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനിൽ വരുന്നത്. ഓക്കെ, സോ വി വിൽ സീ വാട്ട് ആർ ദ 3 phases ഹി ഗിവ്സ് മച്ച് മോർ സ്ട്രെസ്. ഏതിനാണ് ആൾ ഫോക്കസ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് നമുക്കതിൽ വരുന്നത്. ഒന്ന് acquisition phase, second one is consumption phase, and third one is disposition phase. So what comes under acquisition phase? നമ്മൾ ആ പ്രോഡക്റ്റ് സ്വന്തമാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന പ്രയത്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, that comes under acquisition phase. And second one is consumption phase.
വെൻ യു യൂസ് ഇറ്റ്, നമുക്കതൊരു ആവശ്യ നേരത്ത് നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ. ആൻഡ് തേർഡ് വൺ, how you deal with that product after consumption. ചില പ്രോഡക്റ്റ് ആഫ്റ്റർ കൺസംഷൻ ത്രോ അവേ ആണ് അല്ലേ? അത് ത്രോ അവേ എന്ന് പറയുന്നത് കാണുന്നിടത്ത് ത്രോ അവേ അല്ല, അതിന് അതിൻ്റേതായ രീതിയിൽ ഡിസ്പോസ് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യുക. സോ മോസ്റ്റ് ഓഫ് ദി ഗുഡ്സ്, കൺസ്യൂമർ ഗുഡ്സ്, ആഫ്റ്റർ യൂസ് it should be thrown away to the bin. അല്ലേ? but do we ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മളൊരു കവറിൽ കെട്ടുക അല്ലേ? ഒരു കവറിൽ അങ്ങോട്ട് കെട്ടുക, വണ്ടിയിൽ പോവുക, വലിച്ചൊരു എറിയുക നമ്മുടെ വേസ്റ്റുകൾ മുഴുവൻ. ദിസ് ഈസ് വാട്ട് the main culture we own. We don't know how to clear our waste. നമ്മുടെ വീട്ടിൽ ഡംപ് ചെയ്ത് കിടക്കുന്നത് എന്താണ്? ഈ വേസ്റ്റ്. മറ്റൊരു കാര്യം, എന്നാൽ ഒരു ഫോൺ മേടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച ഫോൺ നമ്മൾ ആ കടയിലേക്ക് തന്നെ നമ്മൾ കൊടുത്തത് ഒഴിവാക്കാം. ആ പണിയൊന്നുമില്ല. അത് നിധി പോലെ എടുത്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ബാറ്ററി വീർത്ത് ഏകദേശം ആയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ എത്ര ചാർജ് ചെയ്താലും ഇനി ചാർജ് കയറാൻ പറ്റാത്ത രീതിയിൽ അത് ബേൺ ഔട്ട് ആയിട്ടുണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ വി ഡോണ്ട് കൊടുക്കില്ല. നമ്മളത് ഡിസ്പോസ് ചെയ്യേണ്ട രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യില്ല, അതെങ്ങനെ എടുത്തു വയ്ക്കും. ഇതേപോലെ തന്നെയാണ് അതർ തിങ്സ്. ഒരു ഗുഡ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ ആയിരിക്കാം. ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ടു പർച്ചേസ് എ ന്യൂ വൺ, പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട്, അപ്പം നമുക്ക് പുതിയതൊരെണ്ണം മേടിക്കണം, നമുക്ക് ആഗ്രഹം വന്നു, പഴയത് ആർക്കും കൊടുക്കില്ല, അവിടെ എടുത്ത് വയ്ക്കും. അത് എലി കടിച്ച് അതിൻ്റെ വയറും പോയി, അതിൻ്റെ എല്ലാ സാധനങ്ങളും പോയി, അത് ഫുള്ളും നശിപ്പിക്കുന്നവരിക്കും, ഒരാൾക്കും ഉപകാരമില്ലാത്ത രീതിയിലാവുന്നവരിക്കും അവസാനം അത് കുപ്പിപ്പാട്ടക്കാർ വരുന്ന നേരത്തെ നമ്മളത് എടുത്തു കൊടുക്കും അല്ലേ? എന്നാലത് എടുത്തു കൊടുക്കണ നേരത്തെ എന്തോ നമ്മുടെ മനസ്സിൽ നിന്ന് പോയ പോലെയാണ് ആൾക്കാർക്കുള്ള ഫീലിംഗ് കണ്ടു കഴിഞ്ഞാൽ. അതല്ല, അത് ഉപയോഗത്തിലിരിക്കുമ്പോൾ തന്നെ വേറെ ആർക്കെങ്കിലും അങ്ങനെ ഒരു വാഷിംഗ് മെഷീനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അത് കൊടുത്തു എന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര ഉപകാരമാവും. നിങ്ങൾ എന്തിനാണോ തിരിച്ച് പൈസ മേടിക്കുന്നത്? സാരില്ല, പോട്ടെ, അവർ ഉപയോഗിക്കട്ടെ. വൈ പീപ്പിൾ ഡോണ്ട് ഗെറ്റ് സച്ച് എ മെൻറ്റാലിറ്റി? This is what we are saying about disposition. How you dispose the products after your consumption. When your consumption is over, when it satisfies your need, when you are going to purchase a new one, when it is frequently bought എന്നുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, how do you dispose? That comes under disposition phase. അപ്പം അങ്ങനെ 3 ഫേസാണ് നമുക്കിതിൽ വരുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് ഈസ് നമ്മുടെ നീഡിനെ അനുസരിച്ച് നമ്മൾ കൺസംഷൻ ഫേസാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ഉപയോഗം കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ആ പ്രോഡക്റ്റിൻ്റെ അടുത്ത് പെരുമാറുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ഡിസ്പോസിഷൻ ഫേസ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് നൗ വി ആർ ഹാവിങ് സം ഫീച്ചേഴ്സ്. അതായത് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ദ ബിഹേവിയർ ഓഫ് പേഴ്സൺസ് വൈൽ മേക്കിംഗ് പർച്ചേസസ്. അപ്പോൾ അങ്ങനെ സാധനങ്ങൾ മേടിക്കുമ്പോൾ അവരെങ്ങനെയാണ് സെലക്ഷൻ നടത്തുന്നത്, അതിനൊക്കെയാണ് നമ്മൾ ബിഹേവിയർ എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ് ഈസ് എന്തൊക്കെ ഫാക്ടേഴ്സാണ്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരു പേഴ്സണിന് പ്രോഡക്റ്റിൻ്റെ സെലക്ഷനിൽ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുന്നതാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത്. നമുക്ക് ഫിനാൻഷ്യലി അതിനുള്ള കപ്പാസിറ്റിയും കൂടി ഉണ്ട്, നമ്മുടെ മനസ്സും കൂടി പറയുകയാണ് നമ്മൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ. സോ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ബോത്ത് ആർ കമ്മിങ് ദെയർ. ഓക്കെ, ആൻഡ് ദെൻ ഈസ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡൈനാമിക്, ഇറ്റ്സ് എവർ ചേഞ്ചിങ് ഓൾസോ.
കൺസ്യൂമർ ബിഹേവിയർ ഇസ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി പർച്ചേസ്. ഒരു സാധനം മേടിക്കാൻ പോകുന്നതിനേക്കാളും മുമ്പ് നമ്മുടെ ബിഹേവിയർ എങ്ങനെയായിരുന്നു, അത് മേടിച്ച് നമ്മുടേതായി കഴിയുമ്പോൾ നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണ്, അത് നോർമലി നിങ്ങൾക്കറിയാം അല്ലേ. ഒരു പ്രോഡക്റ്റ് നമ്മുടേതാവുന്നത് വരയ്ക്കും നമ്മളതിന് കൊടുക്കുന്ന വില, നമ്മളതിന് വേണ്ടി കൊടുക്കുന്ന വില എന്ന് പറയുന്നത് മോഹവിലയായിരിക്കും അല്ലേ. കാരണം അതെങ്ങനെയെങ്കിലും നമ്മുടേതാവണം എന്നുള്ള, അല്ലെങ്കിൽ അത് അക്വയർ ചെയ്യാൻ ചിലപ്പോൾ വർഷങ്ങളോളം കഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. ക്ലിയർ? ബട്ട് ഈ കാര്യം തന്നെ നമ്മൾ ഇറ്റ് ഈസ് ഒരു പ്രോഡക്റ്റ് നമ്മുടേതായി മാറിക്കഴിഞ്ഞാൽ നമ്മളത് വലിച്ചെറിയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സേ ഫോർ എക്സാമ്പിൾ, ഒരു നല്ലൊരു മൊബൈൽ ഫോണിന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇന്ന് കൂടുതൽ തന്നെയാണ്. ചിലപ്പോൾ ഇപ്പൊക്കെ ഈ ഓൺലൈൻ ക്ലാസ് വന്നതിന് ശേഷം മൊബൈൽ കാണുമ്പോൾ തന്നെ വലിച്ചെറിയാനായിരിക്കും നമുക്കൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. ബിക്കോസ് തുറന്നു കഴിഞ്ഞാൽ ക്ലാസ്സല്ലേ, 4 അവറും ക്ലാസ്സല്ലേ കണ്ടുകൊണ്ടിരിക്കണത്. അത് കാരണം നമുക്കൊരു വെറുപ്പ് വന്നിട്ടുണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ടീനേജറിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് മൊബൈൽ ഫോൺസാണ്. ബിക്കോസ് അതൊരു കലവറയാണ് അല്ലേ. ഇറ്റ് അട്രാക്റ്റ് എ പേഴ്സൺ ഇൻ മെനി വേസ്. പല ആൾക്കാർക്കും ഇൻഫർമേഷൻസ് തരുന്ന ഒരു സാധനമായിട്ടാണ് മൊബൈൽ ഫോണുള്ളത്. പല ആൾക്കാർക്കും പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നൊരു സാധനമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. ചിലർക്ക് ചില ബ്യൂട്ടിഫുൾ മെമ്മറീസ് തരുന്നതായിരിക്കും ചില മൊബൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് നീഡ്സ് എന്നുള്ളതാണ്. സോ ഹൗ ഡു വി റിയാക്ട് വിത്ത് ദാറ്റ് പർച്ചേസ് ഓഫ് ദി പ്രോഡക്റ്റ്? അപ്പോൾ അങ്ങനെ നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കുറേ നാളെ ആഗ്രഹിച്ചിരിക്കണം, നമുക്കത് ഒരെണ്ണം വേണം, കിട്ടണം എന്നുള്ളതൊക്കെ. അങ്ങനെ നമുക്കതൊരു ഗിഫ്റ്റായിട്ട് നമ്മൾ ആഗ്രഹിച്ച സാധനം കിട്ടി. 1 day, 2 day, 3 day, 4 day, 5 day, 6 day, 7 day, മാക്സിമം എ വീക്ക്. നമ്മൾ മോഹിച്ച പോലെ ഒന്നും അപ്പോൾ നമ്മൾ കൊടുത്ത് എന്താ പറയുക ഇമ്പോർട്ടൻസ് ഒന്നും നമ്മുടേതായി കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളത് അതൊരു ടൈപ്പ് ഓഫ് ബിഹേവിയറാണ്. ഓക്കെ, ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല എക്സാമ്പിളൊക്കെ പറഞ്ഞ് നമുക്കൊന്നും കൂടി ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ട് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വേണ്ട കേട്ടോ. കൺസ്യൂമർ ബിഹേവിയർ ഇസ് വെരി കോംപ്ലെക്സ് ആൻഡ് വെരി ഡിഫിക്കൾട്ട് ടു പ്രെഡിക്റ്റ്. നമുക്ക് പറയാൻ പറ്റില്ലേ കൺസ്യൂമർ ബിഹേവിയർ, ആൾക്കാരുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും. ദാറ്റ് ഈസ് ആഫ്റ്റർ 3 years അവർ നമ്മുടെ പ്രോഡക്റ്റ് തന്നെ ഇഷ്ടപ്പെടുമോ, നമ്മുടെ പ്രോഡക്റ്റ് തന്നെ വന്ന് മേടിക്കുമോ, വന്ന് ചോദിക്കുമോ? വി ക്യാൻ നോട്ട് സേ ദാറ്റ് because most of the products are available and most of the advertisements what they make may sometimes convince the public, sometimes attract the public towards their product. അപ്പോൾ നമുക്ക് കൺസ്യൂമർ ബിഹേവിയറിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ദീസ് ആർ ഓൾ ദി പെക്യുലാരിറ്റീസ് ഓഫ് എ പേഴ്സൺ. ഓക്കെ, നൗ വിൽ മൂവ് ഓൺ. നമ്മളപ്പോൾ എന്തിനാണ് ഈ കൺസ്യൂമർ ബിഹേവിയറിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? എന്തിനാണ് അല്ലേ? നമുക്കറിയണം ഹൗ വിൽ ദേ റിയാക്ട്, ഏതൊക്കെ സിറ്റുവേഷനിലാണ്, എങ്ങനെയൊക്കെയാണ് അവർക്ക് മാറ്റി ചിന്തിക്കാനായിട്ട് തോന്നുക. അപ്പം നമ്മുടെ പ്രോഡക്റ്റിൽ നമ്മൾ ഒന്നും കൂടിയും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്. അങ്ങനെ പല തരത്തിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാവുന്നതാണ് ഇഫ് വി നോ ദ കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പല രീതിയിലും നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, സോ വിൽ സീ വാട്ട് ഇറ്റ് ഈസ്. ഫാസ്റ്റ് പേസ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡക്ഷൻ ഡ്യൂ ടു ടെക്നോളജിക്കൽ എക്സ്പ്ലോഷൻ. ഇന്ന് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് വളരെ വളരെ വേഗത്തിലാണ്. ഒരു പ്രോഡക്റ്റ് മാറി മറ്റൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്താൻ അധികം സമയം വേണ്ട. പെട്ടെന്ന് പല ചേഞ്ചസോട് കൂടിയിട്ടാണ്
very frequently it is coming back എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് ഇസ് ഷോർട്ടർ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾസ് ഡ്യൂ ടു റാപ്പിഡ് ന്യൂ പ്രൊഡക്ഷൻ. വാട്ട് ആർ ഓൾ ദ ലൈഫ് സ്റ്റേജസ് ഓഫ് PLC? നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പ്രോഡക്റ്റ് ലൈഫ് സ്റ്റേജസ് എന്തൊക്കെയാണ്? വേഗം പറഞ്ഞോളൂ. വരട്ടെ. ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, സാച്ചുറേഷൻ, ഡിക്ലൈൻ ആൻഡ് അബാൻഡൻമെൻറ്റ്. യു ഹാവിങ് 6 സ്റ്റേജസ്. അപ്പോൾ ഇതിനൊക്കെ പണ്ട് കാലത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ 5 to 10 years, അല്ലെങ്കിൽ 1 to 5 year. ഗ്രോത്ത് സ്റ്റേജ് 5 to 10 years or 7 years. Then maturity, then saturation, so that we will be in the market at least for 20 to 40 years. But now, within 5 years, വന്ന പ്രോഡക്റ്റിനും അറിയില്ല, പോയ പ്രോഡക്റ്റിനും അറിയില്ല. ബിക്കോസ് ന്യൂ വൺ ഹാസ് അക്വയർഡ് ദ പ്ലേസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വന്ന വേഗത്തിൽ തന്നെ ദാ വന്നു, ദാ പോയി. സുരേഷ് ഗോപിയുടെ ഡയലോഗ് തന്നെയാണ് നമുക്കിവിടെ പലപ്പോഴും പല പ്രോഡക്റ്റുകളും മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ദാ വന്നു ദേ പോയി എന്നുള്ള പോലെ തന്നെയാണ്. മാർക്കറ്റിലേക്ക് വലിയ ഒരു വരവ് വരും, പക്ഷേ ആ വന്ന വരവുണ്ടല്ലോ അതിനേക്കാളും ഇരട്ടി സ്പീഡിൽ ദേ വിൽ ഡിസപ്പിയർ ഫ്രം ദി മാർക്കറ്റ്. അവരുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി അത്രത്തോളം ഉണ്ട്. Okay, so increased public concern regarding environmental deterioration and resource shortage, growth of consumer movement and increased interest, increasing awareness of authorities to protect welfare of the society, growth of marketing of intangible product by service providers, growth of marketing activities in non-profit organization also, growth of international marketing that has necessitated the study of consumers in foreign markets. അപ്പോൾ ഈ ഒരു ലെവലിലേക്കൊക്കെ നമ്മൾ നീങ്ങണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് നോ ഹൗ എ കൺസ്യൂമർ വിൽ ബിഹേവ് ഇൻ സച്ച് എ സിറ്റുവേഷൻ. ഇന്ന് പല കമ്പനീസും when they don't find space in domestic market, they used to expand their business to the international market. Japan, എത്ര ഇലക്ട്രോണിക് ഗുഡ്സ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലോകം മുഴുവൻ അവർ കൊടുക്കുന്നത് അല്ലേ? എന്നാൽ ആ പ്രോഡക്റ്റിനെ അവർക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അവർക്ക് വളരെ കുറഞ്ഞ സ്പേസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവർ ലോകം മുഴുവൻ അവരെന്ത് ചെയ്യുന്നത്, അവരുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത്. So most of the people, most of the companies want to expand their business beyond the boundaries. So it is essential for the company to know how a consumer behaves. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയൊരു കാര്യം നോക്കാം. എന്താണ് ബിസിനസ് മാർക്കറ്റ് ആൻഡ് കൺസ്യൂമർ മാർക്കറ്റ് എന്നുള്ളത്? ബിസിനസ് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ലാർജ് സ്കെയിൽ ബയേഴ്സ് കുറവായിരിക്കും. കൺസ്യൂമർ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സ് കൂടുതലായിരിക്കും. ആൻഡ് ബിസിനസ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റിയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ ലൊക്കാലിറ്റിയിൽ നിന്നായിരിക്കും അവരുടെ ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ വരുന്നത്. കൺസ്യൂമർ മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പല കടകളിലും പല ഷോപ്പുകളിലും നമുക്കതിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ സ്പ്രെഡ് ചെയ്ത് പോകുന്ന രീതിയാണ്. ആൻഡ് ദെൻ നമുക്ക് എന്താ പറയാം, അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് കൺസ്യൂമർ ഗുഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് ബിസിനസ് മാർക്കറ്റ്സിൽ ഡിമാൻഡ് ഡിറൈവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബിസിനസ് മാർക്കറ്റ്സിൽ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻഎലാസ്റ്റിക് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇത് ബിസിനസ് മാർക്കറ്റ്സിൽ പർച്ചേസസ് നടത്തുന്നത് എപ്പോഴും പ്രൊഫഷണലി ട്രെയിൻഡ് ബയേഴ്സ് ആയിരിക്കും. കാരണം അവർ കണ്ടമാനം സാധനങ്ങൾ മേടിച്ച് വയ്ക്കാറില്ല.
ചിലവാകുന്ന സാധനങ്ങൾ മാത്രമേ അവർ സ്റ്റോക്കിലെടുക്കാറുള്ളൂ. ചിലവാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സാധനങ്ങൾ മാത്രമേ അവർ പർച്ചേസ് ചെയ്യാറുള്ളൂ. ഓക്കെ, സോ പർച്ചേസ് ഒക്കെ ഡയറക്റ്റ്ലി ഫ്രം ദി മാനുഫാക്ചറേഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് മാനുഫാക്ചററും ആ ഹോൾസെയിലറും അല്ലെങ്കിൽ അതിനായിട്ട് ഡീൽ ചെയ്യുന്ന ഡീലേഴ്സും തമ്മിൽ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. നേരെ മറിച്ച് മാനുഫാക്ചറർ കൺസ്യൂമർ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ അത് യൂസ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ആയിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സോപ്പുകൾ കൺസ്യൂമർ ഗുഡ്സാണ് അല്ലേ? ഈ ലോകത്തുള്ള എല്ലാവരും കുളിക്കുന്ന സമയത്ത് അവർ സോപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഇവരെല്ലാവരും മാനുഫാക്ചറായിട്ട് ഭയങ്കര ബന്ധമാണല്ലോ അല്ലേ? ഉണ്ടോ? അല്ലേ? പക്ഷേ മാനുഫാക്ചററിൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് മേടിക്കുന്ന ഡീലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് എ വെരി ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദം. But we the consumers, when we buy the consumer goods, we don't get much closer to the manufacturer. നമുക്ക് അടുപ്പം ചിലപ്പോൾ ഡീലേഴ്സ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പ് കീപ്പേഴ്സ് ആയിരിക്കാം, റീറ്റെയിലേഴ്സ് ആയിരിക്കാം, നോട്ട് ബിയോണ്ട് ദാറ്റ്. പക്ഷേ ഇവർ കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അടുപ്പന്മാരായിട്ടാണ് മാനുഫാക്ചറേഴ്സ് ആയിട്ടാണ്. ഓക്കെ, so these are the differences or the things between the business market and the consumer market. And now we will move on with the factors influencing consumer behavior. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്കിന്ന് അവസാനിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് വലിയ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വേഗമായിട്ട് പറഞ്ഞു പോകാം, കാരണം ഇതൊക്കെ നമ്മൾ പ്ലസ് 1 പ്ലസ് 2 പഠിച്ചിട്ടും അറിഞ്ഞിട്ടുമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് കൾച്ചറൽ ഫാക്ടേഴ്സ്. The main own culture we have. Culture is the most fundamental detriment of a person's buying behavior. നമ്മുടെ ബിലീഫ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ വാല്യൂസ്, നമ്മുടെ കസ്റ്റംസ്, നമ്മുടെ ഹാബിറ്റ്സ്, ഓരോ വീട്ടിലുമുണ്ട് ഓരോ കൾച്ചർ. When we come to a college, the common college culture we maintain. When we go to an office, there we maintain an office culture. When you go to purchase a product, you have the purchase culture. അല്ലേ? നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കുന്നത് കണ്ടതെല്ലാം നമ്മൾ മേടിക്കും ഇല്ല. Which is the most essential? എപ്പോഴും സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ കുട്ടികളെ കൂടെ കൊണ്ടുപോകണം. എന്തുകൊണ്ടാണ്? കുട്ടികൾ കണ്ട് വളരേണ്ടതാണ്. എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണ് സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അവർ ഒരു കാര്യത്തിനും നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചോളൂ. ഒരു വടക്കൻ സെൽഫിയിലുള്ള പോലെ തക്കാളി മേടിക്കാൻ പറഞ്ഞയച്ചു. അവൻ തക്കാളി സെലക്ട് ചെയ്യണം. അതിൽ ഏറ്റവും ചീഞ്ഞിട്ടും അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള തക്കാളിയാണ് എടുത്തുകൊണ്ടിരിക്കണം. എന്താ മോനെ നീ അതൊക്കെ എടുക്കണം, നല്ല തക്കാളി എടുക്കടാ എന്ന് പറയാണ് അല്ലേ? അവന് എൻജിനീയറിങ്ങിന് തക്കാളി എടുക്കാനായിട്ട് പഠിപ്പിച്ചിട്ടില്ല. എൻജിനീയറിങ്ങിൽ പഠിപ്പിക്കേണ്ട നമ്മുടെ വീട്ടിൽ നമുക്ക് പഠിപ്പിക്കാം അല്ലേ? So what culture we give to the next generation? നമ്മുടെ ഓരോ വീടുകളിലും നമ്മൾ ഫോളോ ചെയ്യുന്ന ചില കൾച്ചറുണ്ട്, നമ്മുടേതായ ഓൺ ബിലീഫ് ഉണ്ട്, നമ്മുടേതായ ഓൺ ഹാബിറ്റ്സ് ഉണ്ട്. ഓക്കെ, കൾച്ചർ എന്ന് പറയുന്നത് ഇസ് പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡിറ്റർമൈൻസ് ദ ഈറ്റിംഗ് ഹാബിറ്റ്സ്, കൺസംഷൻ ഹാബിറ്റ്സ്, ഡ്രസ്സിങ് ഹാബിറ്റ്സ്. എല്ലാവർക്കും ഓരോ കൾച്ചറുണ്ട് അല്ല? എല്ലാ വീട്ടിലും ഡ്രസ്സ് ചെയ്യണ പോലെയാണോ നമ്മളും ഡ്രസ്സ് ചെയ്ത് നടക്കുന്നത്? അല്ല. ചില വീടുകളിൽ വളരെ അടക്കവും ചിട്ടയായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ടാവും. ചില വീടുകളിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു വേ ഓഫ് ഡ്രസ്സിങ് സെൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അതേപോലെ തന്നെ കൾച്ചർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ലാംഗ്വേജസ് ഓൾസോ. മലയാളീസിനൊരു കൾച്ചറുണ്ട് അല്ലേ? തമിഴ് പീപ്പിളിനൊരു കൾച്ചറുണ്ട്, തെലുഗൂസ് അവർക്കൊരു കൾച്ചറുണ്ട്, കർണാടക പീപ്പിൾ അവർക്കൊരു കൾച്ചറുണ്ട്, ഒറീസ ദറ്റ് ഈസ് ഒഡീഷ, ബംഗാളീസ് അവർക്കൊരു കൾച്ചറുണ്ട്, കാശ്മീരീസ് അവർക്കൊരു കൾച്ചർ. ഈച്ച് ആൻഡ് എവറി പീപ്പിൾ have their own culture.
Each and every state, they have their own culture. Each and every people who speak different languages, they have the culture. Religion, ഓരോ റിലീജിയനും അതിനുണ്ട് ഓരോ കൾച്ചർ. ഓക്കെ, ഉടുത്തൊരുങ്ങാനായിട്ട് നമ്മൾ പറയാറുണ്ട് ആരിനെയാണെന്നുള്ളത്, തിന്ന് കുടിച്ച് ജീവിക്കാനായിട്ട് ആരിനെയാണെന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ റിലീജിയൻ അടക്കം നമ്മളിന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറിത്തിങ് ഹാസ് ഡിഫറെൻറ്റ് കൾച്ചർ. അപ്പോൾ കൾച്ചർ നമ്മളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും സെലക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മുടെ ബൈയിങ് ബിഹേവിയറിൽ ഇറ്റ് ഗെറ്റ്സ് മോർ ഇൻവോൾവ്ഡ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. സെക്കൻഡ് തിങ് ഇസ് അബൌട്ട് ദി സബ് കൾച്ചർ. സബ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് കൾച്ചർ വിത്തിൻ എ കൾച്ചർ. ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഒരു ചില കാറ്റഗറിക്ക് വരുന്ന ഒരു സെപ്പറേറ്റ് കൾച്ചറാണ് നമുക്ക് സബ് കൾച്ചറായിട്ട് പറയും. ഇറ്റ് എക്സിബിറ്റ്സ് ബിഹേവിയർ ഡിഫറെൻറ്റ് ഫ്രം അതർ ഗ്രൂപ്പ്സ് ഇൻ ദി സെയിം കൾച്ചർ. സെയിം കൾച്ചറിൽ തന്നെ ചില വിഭാഗം മാത്രം കാണിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമായിരിക്കും സബ് കൾച്ചർ എന്ന് പറയുന്നത്. So for example, Malayalam words are pronounced differently in Kannur and തിരുവനന്തപുരം. അല്ലേ? ഇവിടെ തൃശ്ശൂർ ഭാഷ അല്ലേ? എത്ര സിമ്പിളാണ് നമുക്ക് സംസാരിക്കാൻ. പക്ഷേ വേറെ എവിടെയെങ്കിലും ചെന്ന് നമ്മൾ തൃശ്ശൂർ ഭാഷ സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റും. നമ്മളത്ര സ്പീഡാണെന്ന് അവർ പറയണം. നമ്മൾ പെട്ടെന്ന് പറയും എന്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിൽ സ്പോക്ക് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നമ്മൾ അത്തരത്തിൽ നമ്മൾ വളരെ സ്പീഡായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. എന്താ പറയുക, നമുക്ക് നമ്മുടെ രീതി അതാണ്. പക്ഷേ അത് കോഴിക്കോട് പോയി നോക്കി, മലപ്പുറം പോയി നോക്കി, പറഞ്ഞത് ഒരു സംഭവം നമുക്ക് മനസ്സിലാവില്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പാലക്കാട് ഓരോ ഡിസ്ട്രിക്റ്റിനും അവരുടേതായ ഓൺ സ്ലാങ് ഉണ്ട് അല്ലേ? പറയുമ്പോൾ നമ്മളെല്ലാവരും മലയാളീസാണ്, പക്ഷേ ഓരോ റീജിയൻസിലും ഓരോ രീതിയിൽ സംസാര രീതിയുണ്ട്, അവരുടേതായ ഒരു കൾച്ചറുണ്ട്. കോഴിക്കോട് കൾച്ചറല്ല നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു സ്പെഷ്യൽ കൾച്ചറാണ്. എവിടെയും നമുക്ക് കാണാൻ വേണ്ടത് ഒരു സ്പെഷ്യൽ കൾച്ചർ തന്നെയാണ്. ഓക്കെ, ഈ കൾച്ചർ കൊണ്ട് അവിടെ വേറെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അടി കിട്ടിയെന്ന് വരും. പറഞ്ഞെന്ന് മാത്രം തമാശയ്ക്ക് അതെടുത്താൽ മതി കേട്ടോ. സോ നമുക്ക് നമ്മുടേതായ കൾച്ചർ ഇറ്റ് ഈസ് ഗുഡ്. നമുക്കതാണ് നമ്മൾ വളർന്ന് നമ്മൾ കേട്ട് പരിചയമുള്ള നമ്മുടെ ശീലമുള്ള കാര്യങ്ങളൊക്കെ അതാണ്. പക്ഷേ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് വെൻ യു ഗോ ടു അനദർ ഡിസ്ട്രിക്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മലയാളീസ് അല്ലെങ്കിൽ കേരളൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ചെറിയൊരു വിഭാഗത്തിന് ഒരു ഡിഫറെൻറ്റ് കൾച്ചർ അവർ കാണിക്കുന്നുണ്ട്. അതാണ് സബ് കൾച്ചർ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഇസ് അബൌട്ട് സോഷ്യൽ ക്ലാസ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഏതിൽ വരുന്നത്? കൾച്ചറിനെ റിലേറ്റ് ചെയ്ത് വരുന്നത്. സോഷ്യൽ ക്ലാസ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ്ലി ഹോമോജീനിയസ് ഡിവിഷൻസ് ഓഫ് എ സൊസൈറ്റി ഹൂസ് മെമ്പേഴ്സ് ഷെയർ സിമിലർ വാല്യൂസ്. സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് ചില ഇൻകം ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചില പ്രൊഫഷണൽ ചില ആൾക്കാർ ചില ഓക്കുപ്പേഷനെ ബേസ് ചെയ്തിട്ട് അവരുടെ ഒരു കൾച്ചർ ഫോം ചെയ്യുന്നതായിരിക്കും. അതൊക്കെയാണ് നമുക്ക് ഏതിൽ വരുന്നത്? സോഷ്യൽ ക്ലാസ്. their occupation, their education, their living style, that living style, everything determines the class of the people. That is known as social class. അപ്പോൾ 3 കാര്യങ്ങളാണ് നമുക്ക് കൾച്ചറിൽ വരുന്നത്: കൾച്ചർ, സബ് കൾച്ചർ ആൻഡ് ദെൻ ദി സോഷ്യൽ ക്ലാസ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് അബൌട്ട് ദി സോഷ്യൽ ഫാക്ടേഴ്സ്. സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഒന്ന് റെഫറൻസ് ഗ്രൂപ്പാണ്. റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ഗ്രൂപ്പ്സ് ദാറ്റ് ഹാവ് എ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ എ പേഴ്സൺസ് ബിഹേവിയർ. അപ്പം റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് ഒരു പേഴ്സണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഇൻഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും കൂടിയിട്ടാണ് നമുക്കതിൽ വരുന്നത്. എ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് സെവറൽ പേഴ്സൺസ് വിത്ത് എ കോമൺ കൾച്ചർ or common nature, interest and goal. All consumers are related to some groups in one way or the other. ഇനി അതിലെ കോൺടാക്ച്വൽ ഗ്രൂപ്പ് വരുന്നുണ്ട്, ആസ്പിറേഷണൽ ഗ്രൂപ്പ് വരുന്നുണ്ട്, ഡിസ്ക്ലൈമൻറ്റ് ഗ്രൂപ്പ് വരുന്നുണ്ട്, അവോയ്ഡൻസ് ഗ്രൂപ്പ് വരുന്നുണ്ട്. എന്താണ് ഓരോന്നും എന്നുള്ളത് നോക്കാം. കോൺടാക്ച്വൽ ഗ്രൂപ്പിൽ വരുന്നത് ആസ് മെമ്പർഷിപ്പ് ഓർ റെഗുലർ ഫേസ് ടു ഫേസ് കോൺടാക്ട്. ആസ്പിറേഷണൽ എന്ന് പറയുന്നത് നോട്ട് എ മെമ്പർ ബട്ട് വാണ്ട്സ് ടു ബി എ മെമ്പർ. ഡിസ്ക്ലൈമൻറ്റ് എന്ന് പറയുന്നത്
is a member but he dislikes its values and attitudes. Avoidance എന്ന് പറയുന്നത് is not a member and he disapproves of its values and attitudes. ഇതും എന്താ പറയുക, ഈ 4 ബിഹേവിയറും നമ്മൾ നോർമലി ആൾക്കാരിൽ കാണുന്നതാണ്. അതായത് ഒന്ന്, ഒരു സ്ഥിരം മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഒരു സ്ഥിരം ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് വരുന്ന ഒരു ഗ്രൂപ്പ്. ഓക്കെ. മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആസ്പിറേഷണൽ എന്ന് പറയുന്നത് അവർ ചിലപ്പോൾ ആ പർട്ടിക്കുലർ ഇതിൽ മെമ്പർ ആവില്ല, പക്ഷേ അവർക്ക് മെമ്പർ ആവാൻ ആഗ്രഹമുണ്ട്. നമുക്ക് ഒന്നിനോട് ചിലപ്പോൾ ഇഷ്ടമാവില്ല, പക്ഷെ എന്നാലും നമുക്കത് ചിലപ്പോൾ നമ്മൾ ഒന്നിൻ്റെ ഭാഗമാവില്ല, പക്ഷേ നമുക്കതിൽ ചേരണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് ആസ്പിറേഷനിൽ വരുന്നത്. ഡിസ്ക്ലൈൻമെൻറ്റിൽ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ എ പേഴ്സൺ ഈസ് എ മെമ്പർ ബട്ട് ഹി ഡിസ്ലൈക്സ്. അവർ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, പക്ഷേ അവർക്ക് അതിൽ പല ഇഷ്ടക്കുറവുകളും സംഭവങ്ങളൊക്കെ അതിലുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് അവോയ്ഡൻസ് ഗ്രൂപ്പാണ്. അവരതിലില്ല, അതിനെക്കുറിച്ച് നല്ലത് പറയൂല. അങ്ങനത്തെ ആൾക്കാരാണ്. ദേ വിൽ ടോട്ടലി അവോയ്ഡ് ഇറ്റ്. അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് അവോയ്ഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ദെൻ ദ സെക്കൻഡ് പോയിൻറ്റ് ഇസ് ഫാമിലി. സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് ഫാമിലി. ഫാമിലി എന്ന് പറയുന്നത് സ്ട്രോങ്ങസ്റ്റ് സോഴ്സ് ഓഫ് ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഫോർ ദി ഇൻഡിവിജ്വൽ കൺസ്യൂമർ. ഒരു സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി എടുക്കുന്ന ഒരു തീരുമാനം, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ വിൽ സിറ്റ് ആൻഡ് ഡിസൈഡ്. ഓക്കെ. ഫാമിലി എന്ന് പറയുന്നതിൽ വളരെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇൻക്രീസ് ഇൻ വിമൻ എംപ്ലോയ്മെൻറ്റ് ഹാസ് ചേഞ്ച്ഡ് ദ റോൾ ഓഫ് വിമൻ ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഇന്ന് സ്ത്രീകൾ പലരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്, എന്തൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് കഴിവുള്ള ആൾക്കാരാണ്. ഇപ്പം നമ്മൾ സ്ത്രീകളെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ പോയിന്റിലേക്ക് വരുന്നത്. നമ്മുടെ ക്ലാസ്സിൽ പലരും അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിഗ്രി ഫസ്റ്റ് ഇയറിലേക്ക് വരുമ്പോഴേക്കും പല കുട്ടികളെയും നമ്മൾ വീട്ടുകാർ വിവാഹം കഴിച്ചയക്കുന്നുണ്ട്. ഒരു കല്യാണം കഴിക്കാനാണോ നമ്മൾ പെൺമക്കളെ വളർത്തുന്നത്? ചിന്തിക്കുക, മാതാപിതാക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്താണ്? പ്രൊവൈഡ് ദെം ഗുഡ് എഡ്യൂക്കേഷൻ, provide them with good experience. കുട്ടികൾക്ക് നല്ല എക്സ്പീരിയൻസുകൾ കൊടുക്കുക, കുട്ടികളെ നല്ലോണം പഠിപ്പിക്കുക. പെൺമക്കളെ നിങ്ങൾ പഠിപ്പിക്കുക, തൻ്റെ ഇടത്തോടു കൂടി ഈ സമൂഹത്തിൽ ജീവിക്കാൻ അവരെ പഠിപ്പിക്കുക, പ്രാപ്തരാക്കുക. അവരൊരു ജോലിക്ക് പോയിട്ട് മതി കല്യാണം കഴിക്കൽ. ഇന്ന് ട്രോളേഴ്സിനെയാണ് നമുക്കിതിൽ എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു ട്രോൾ ഇപ്പോൾ ഇങ്ങനത്തെ ന്യൂസൊക്കെ കണ്ടപ്പോൾ അതിൽ പല പെൺകുട്ടികളും പറയുന്നുണ്ട്, ഒരു ചെക്കനെ ഇഷ്ടമാണെന്നുള്ളത് നമ്മൾ വീട്ടുകാർക്ക് എതിരുള്ള ആൾക്കാരായിരിക്കും കേട്ടോ. ഒരു ചെക്കനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അച്ഛനമ്മയും ആ പെൺകുട്ടീനെ തല്ലിക്കൊല്ലും. ഓക്കെ. ഇനി അവർ 100 പവനൊക്കെ തന്ന് നമ്മൾ ചെറുക്കൻ്റെ വീട്ടിൽ പോയി അവിടെ എന്തെങ്കിലും ഒരു ചെറിയ കുറവുകളോ കുറ്റങ്ങളോ കണ്ടു കഴിഞ്ഞാൽ ചെക്കൻ്റെ വീട്ടുകാർ നമ്മളെ തല്ലിക്കൊല്ലും. എങ്ങനെ പോയാലും തല്ലിക്കൊല്ലും എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? ഇന്ന് അങ്ങനെയാണ്. ആ ഒരു രീതിയിലേക്ക് സമൂഹം എത്തിക്കഴിഞ്ഞു. നമുക്കിത് മറികടക്കാനായിട്ട് സാധിക്കും. പെൺമക്കളുടെ അച്ഛനമ്മമാരും നിങ്ങൾ ആദ്യം മക്കൾക്ക് കൊടുക്കേണ്ടത് പ്രൊവൈഡ് ദം വിത്ത് ഗുഡ് എഡ്യൂക്കേഷൻ കൊടുക്കുക. നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക. കുട്ടികൾ പഠിക്കട്ടെ, പഠിച്ച് നല്ല ജോലിയിലെത്തട്ടെ. എങ്ങനെയാണ് സൊസൈറ്റി, എന്താണ് ജീവിതം എന്നുള്ളത് അവർ മനസ്സിലാക്കട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് മതി അവരെ ഫർദർ ഇതിലേക്ക് നമ്മൾ വിവാഹം കഴിച്ചയക്കുന്നത്. ഓക്കെ. സോ ഞാൻ പറഞ്ഞു വന്നപ്പോൾ അത് ഒന്നങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. റോൾ ആൻഡ് സ്റ്റാറ്റസ്. ദ പേഴ്സൺസ് പൊസിഷൻ ഇൻ ഈച്ച് ഗ്രൂപ്പ് can be defined, okay, in terms of roles and status. Role consists of the activities that a person is expected to perform. Role എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് ഞാൻ എന്തൊക്കെ റോളുകൾ ചെയ്യുന്നത്? ഐ എം എ വൈഫ്, ഡോട്ടർ, മദർ, ടീച്ചർ അല്ലേ? സൊസൈറ്റിയിൽ നമ്മൾ എന്തൊക്കെ, ആൻഡ് ഓൾസോ എ സിസ്റ്റർ ഇൻ ലോ.
എന്തൊക്കെ റോളുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻ്റാണ്, ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ സണ്ണായിരിക്കാം, ഓക്കെ, കസിനായിരിക്കാം, ഫ്രണ്ടായിരിക്കാം. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ഡിഫറെൻറ്റ് റോൾസ്. അതേപോലെ തന്നെ സ്റ്റാറ്റസ്. Each role carries a status reflecting the esteem given to it by society. നമ്മുടെ സൊസൈറ്റി ഓരോ പിക്ചർ തന്നിട്ടുണ്ട്. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കണം, ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഇന്ന സമയത്ത് മാത്രമേ പുറത്ത് കാണുമ്പോൾ, അത് കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറി വാതിലടയ്ക്കണം, ഇന്ന ആൾക്കാരുടെ മുമ്പിൽ നിൽക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, പോകാൻ പാടില്ല. വൈ ഓൾ ദോസ് തിങ്സ്? വൈ യു വാണ്ട് ടു ഗിവ് ദ പിക്ചർ ടു ദി സൊസൈറ്റി? യു ജസ്റ്റ് ലീവ് യുവർ വേ. ഡോണ്ട് പോക്ക് യുവർ നോസ് ഇൻ ടു അതേഴ്സ്. അല്ലേ? ഓരോന്നിനും സൊസൈറ്റി ഒരു പിക്ചർ തന്നു വെച്ചിട്ടുണ്ട്. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അയാൾ എങ്ങനെയായിരിക്കണം? അയാൾ ജോലിക്ക് പോകണം, ആരോട് മിണ്ടരുത്, വെയിറ്റ് പിടിച്ച് നടക്കണം. എന്തിന്? അല്ലേ? നമ്മളൊരു സർവീസാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സോ വി ഹാവ് ടു കം ഡൗൺ ഇൻ ദ സൊസൈറ്റി, വി ഹാവ് ടു ഹെൽപ്പ് ദ പീപ്പിൾ എന്നുള്ളതാണ്. അതിലേക്ക് നമ്മുടെ റോളും നമ്മുടെ സ്റ്റാറ്റസും കൊണ്ടുവരാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത് പേഴ്സണൽ ഫാക്ടേഴ്സാണ്. പേഴ്സണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏജ് പല രീതിയിലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഓരോ ഏജിലും ഓരോ സമയത്തും നമ്മൾ മേടിച്ച് കൂട്ടുന്ന ഒരു സാധനങ്ങൾ. ഓക്കെ, 3 ചക്ര സൈക്കിൾ ആഗ്രഹിക്കുന്നത് ഒരു 2-3 വയസ്സിലായിരിക്കും. അത് അവന് 18 വയസ്സാകുമ്പോൾ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ചിന്തിച്ച് നോക്കട്ടാ. ഓക്കെ, സോ ഓരോന്നിനും അതിൻ്റേതായ പ്രായത്തിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഹ്യൂമന് ലഭിക്കേണ്ടത് ഓരോ ലൈഫ് സ്റ്റേജസ് അനുസരിച്ചിട്ട്. സെക്കൻഡ് വൺ ഇസ് ലൈഫ് സൈക്കിൾ സ്റ്റേജാണ്. നമ്മൾ ഇൻഫൻ്റ് ആവുന്നുണ്ട്, ചിൽഡ്രൻ ആവുന്നുണ്ട്, ടീനേജിലേക്ക് പോകുന്നുണ്ട്, മെച്യൂരിറ്റി സ്റ്റേജ്, അഡോളസെൻറ്റ് സ്റ്റേജിലേക്ക് വരുന്നുണ്ട്, മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് വരുന്നുണ്ട്, ആൻഡ് ഫൈനലി ടു ദ ഓൾഡ് ഏജ്. അല്ലേ? അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മുടെ പർച്ചേസിങ് ബിഹേവിയർ, കൺസ്യൂമർ ബിഹേവിയർ, എവറിത്തിങ് ഡിഫേഴ്സ്. 2 വയസ്സിൽ നമ്മൾ ആഗ്രഹിച്ചു നമുക്കൊരു 3 ചക്രമുള്ള ഒരു സൈക്കിള് കിട്ടാനായിട്ട്. 18 വയസ്സിൽ നമ്മൾ ആഗ്രഹിച്ചു ചെത്തി നടക്കണ ബൈക്ക് വേണമെന്നുള്ളത്. എൻറ്റയർലി ഡിഫറെൻറ്റ്. പക്ഷേ ഇന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, ദാറ്റ് ഈസ് 6 വയസ്സ് 7 വയസ്സുള്ള ആൺകുട്ടികളുണ്ടല്ലോ, ഇങ്ങനെ നോക്കി നിൽക്കും റോട്ടിൽ ചെത്തിപ്പോണ ബൈക്കുകൾ അവരുടെ മനസ്സിൽ അവർ കണ്ടുവയ്ക്കും. ഇനി കോളേജിൻ്റെ അടുത്ത് പരിസരങ്ങളിലൊക്കെ വീടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയുള്ള കുഞ്ഞു കുട്ടികളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടന്മാർ വരുന്ന ചേച്ചിമാർ വരുന്ന ബൈക്കുകളൊക്കെ നോക്കിയിരിക്കും. വലുതായിട്ടൊന്ന് വേണം ഇതൊക്കെ ഒന്ന് മേടിക്കാനായിട്ട്. ദേ ഡെവലപ്പ്. അവരുടെ മനസ്സിലും ലഡുകളിങ്ങനെ പൊട്ടിത്തുടങ്ങും എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഇസ് ഓക്കുപ്പേഷൻ. ഒരു പേഴ്സൻ്റെ ജോലി, ഒരു പേഴ്സൻ്റെ പ്രൊഫഷൻ. ഒരു ഡോക്ടർ പർച്ചേസ് ചെയ്യണതാവില്ല ഒരു ടീച്ചർ പർച്ചേസ് ചെയ്യണത്, ഒരു ഹൗസ് വൈഫ് പർച്ചേസ് ചെയ്യണത്. ഓരോരുത്തരുടെ ഓക്കുപ്പേഷൻ അനുസരിച്ച്, ആവശ്യങ്ങളനുസരിച്ചായിരിക്കും അവരുടെ പർച്ചേസിങ് ബിഹേവിയർ, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ദ ലൈഫ് സ്റ്റൈൽ. നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മുടേതായ എഡ്യൂക്കേഷൻ ലെവലൊക്കെ വരുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി ലൈഫ് സ്റ്റൈൽ ഇൻക്രീസ് ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് ദ പേഴ്സണാലിറ്റി. ഓക്കെ, ഫിഫ്ത്ത് വൺ ഇസ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പം സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഡിറ്റർമൈൻ ഹൗ എ പേഴ്സൺ റെസ്പോൺസ് ടു ഹിസ് എൻവയൺമെൻറ്റ്. അയാളുടെ എൻവയൺമെൻറ്റിന് അയാൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് fourth one is about psychological factors, and fifth one we have economic factors. അതും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് 1.5 hourലേക്ക് കടക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് എക്കണോമിക്കൽ ഫാക്ടേഴ്സ് I'll take it in the next class. Okay, so this itself will become an overburden for you. അപ്പോൾ ഇതിലെ മക്കൾക്ക് ഇതുവരെയ്ക്കുമുള്ള ഫാക്ടേഴ്സിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് I'll continue with the psychological factors. Okay, so till then, thank you, bye bye, see you.